കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിൽ പ്രധാനമന്ത്രി ഒഴികെയുള്ള എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും ഈ ഒരു സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് ഈ ഒരു യോഗത്തിന് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഒപ്പം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിലേക്ക് എത്തുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും സർവകക്ഷി യോഗത്തിന് എത്തിയിട്ടുണ്ട്. ഏതായാലും CPM-നെ പ്രതിനിധീകരിച്ച് ജോൺ ബ്രിട്ടാസാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും ഈ പെഹൽഗാമിന് ശക്തമായ ഒരു മറുപടി നൽകിക്കൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിലും പാക് അധീന കശ്മീരിലും ഒക്കെ തന്നെയുള്ള ഭീകര ക്യാമ്പുകളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഏതായാലും നമുക്കറിയാം, നേരത്തെ ഈ പെഹൽഗാമിന് എന്തുകൊണ്ട് മറുപടി നൽകാൻ സർക്കാർ കാലതാമസം എടുക്കുന്നു, സർക്കാരിന്റെ മുന്നിൽ പദ്ധതികളൊന്നും ഇല്ലേ എന്നൊക്കെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചോദ്യമുയർത്തിയതാണ്. ശിവസേനയും ഈ വിമർശനവുമായൊക്കെ തന്നെ രംഗത്ത് വന്നതാണ്. ഏതായാലും ഇപ്പോൾ ഇന്ത്യ ശക്തമായ മറുപടി തന്നെയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏത് വിധത്തിലാണ് ഈ ഒരു തിരിച്ചടി നൽകിയത്, അതിൻ്റെ സാഹചര്യം ഒക്കെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ വിശദീകരിക്കും. ഇതോടൊപ്പം തന്നെ ഇനിയുള്ള പദ്ധതി എന്താണ് എന്നതുകൂടി ഒരുപക്ഷെ പ്രതിപക്ഷം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ തിരിച്ചടിക്കും എന്നുള്ള ഭീഷണി മുഴക്കി ശക്തമായ സൈനിക സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ പാക് സേനയ്ക്ക് ഇന്ത്യക്ക് തിരിച്ചടി നൽകാനുള്ള അനുമതിയൊക്കെ തന്നെ നൽകിയിരിക്കുകയാണ്. ഇന്നലെ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്നാണ് പാക് സേനയ്ക്ക് അതിനുള്ള അനുമതി നൽകിയത്, സ്വാതന്ത്ര്യം നൽകിയത്.